ഇനി ഇവിടെ വന്ന ഇവിടെ വളരെ കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുള്ള സംശയം കാണും. ആ സംശയം വന്നിട്ടുണ്ട്, യു ആർ ബ്രില്യൻറ്റ്, പറയാതിരിക്കുക വയ്യ. കാരണം അതൊരു ഒന്നൊന്നര സംശയം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തുടക്കം തൊട്ടേ പറയുന്നത് എന്താ, നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താ, ഡാർട്ട് എടുക്കുക, ഡാർട്ട് ബോർഡിന്റെ ഈ സെന്ററിൽ കൊള്ളിക്കുക. ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം ആ സെന്ററിൽ സർഫസ് ഏരിയ വളരെ കുറവാണ്, അവിടെ ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, നമ്മൾ അതിന്റെ എന്താണെന്നുള്ളത് നമ്മൾ ബെൽ കർവ് ഓൾറെഡി കാണിച്ചു. അതായത് സെന്ററിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഭയങ്കര കൂടുതല, പക്ഷേ സർഫസ് ഏരിയ വളരെ കുറവാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന ഒരു ഇത്രയും പാർട്ട്, അതായത് ഈ കാണുന്ന ഒരു റിംഗ് ഉള്ള ഇവിടം തൊട്ട് ഇവിടം വരെ പ്രോബബിലിറ്റി ഡെൻസിറ്റി തരക്കേടില്ലാതെ അത്യാവശ്യം ഉണ്ട് താനും. അറ്റ് ദ സെയിം ടൈം നല്ലൊരു സർഫസ് ഏരിയ ഉണ്ടായത് അവിടെ കൊള്ളാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ അവിടെ ആയിരിക്കും ചിലപ്പോൾ തോനെയും ചെന്ന് കൊള്ളുന്നത്. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ഐഡിയ, നമുക്ക് നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ സൈസ് ഭീകരമായിട്ട് കൂട്ടാം. ഇങ്ങനെ കൂട്ടിയപ്പോൾ എന്ത് സംഭവിക്കും, ഈ കാണുന്ന ബുൾസൈ തന്നെ നേരത്തെ നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ വലിപ്പമുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇപ്പൊ ഈ കാണുന്ന ബുൾസൈ തന്നെ നേരത്തെ നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ വലിപ്പമുണ്ട്. സോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാർട്ട് ബോർഡിനെ ഇത്രയും ഭീമാകാരമായിട്ട് വളർത്തിയാൽ, വലിയതെടുത്താൽ, ഒരു ഡാർട്ട് എടുത്തെറിഞ്ഞാൽ എന്തായാലും അവൻ വന്ന് സെന്ററിൽ കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നന്നായിട്ട് അറിയാലോ. അതിന്റെ കാര്യം എന്താ, ഇപ്പൊ ഇവിടെ വലിയൊരു സർഫസ് ഏരിയ ഉണ്ടായി അല്ലേ, ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും വലുതാണ്, വലിയൊരു സർഫസ് ഏരിയ ഉണ്ടായി, അതുകൊണ്ട് എന്ത് ഒരു പ്രോബബിലിറ്റി കൂടും. അവിടാണ് ചിലർക്ക് ഈ സംശയം തോന്നിയത്. ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഈ സംശയം തോന്നി യു ആർ ബ്രില്യൻറ്റ്, തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തോന്നിയാൽ യു ആർ ബ്രില്യൻറ്റ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡാർട്ട് ബോർഡ് യൂണിഫോം ആയിട്ടല്ലേ സൈസ് കൂട്ടുന്നത്, അല്ല ബുൾസൈ മാത്രം വലുതാക്കി ബുൾസൈ ബോർഡ് ആക്കുമല്ലോ നമ്മൾ. ഓക്കെ, നമ്മൾ ഡാർട്ട് ബോർഡിന്റെ സൈസ് ഒരുപോലല്ലേ കൂട്ടുന്നത്. അപ്പൊ ഈ ബുൾസൈയുടെ സൈസ് കൂടുന്ന പോലെ തന്നെ ഇതാ ഞാൻ ഇച്ചിരി സൂം ഔട്ട് ചെയ്യാണ്, വലിയ ഡാർട്ട് ബോർഡായി നമ്മൾ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഓക്കെ, നമ്മുടെ ഈ ബുൾസൈയുടെ വലിപ്പം കൂടിയതിന്റെ കൂട്ട് തന്നെ ഈ കാണുന്ന റീജിയന്റെ വലിപ്പവും കൂടിയില്ലേ? ഇല്ലേ? ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ ബോർഡ് വലുതാക്കി, വലിയ ബോർഡ് എടുത്ത്. അപ്പോൾ എന്നിട്ട് ഈ കാണുന്ന ബുൾസൈ റീജിയന്റെ ഏരിയ കൂടി, അവിടെ നല്ല പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഏരിയ ഉണ്ടായത് അവിടെ പ്രോബബിലിറ്റി കൂടി, ഡാർട്ടുകൾ വന്ന് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഈ ബോർഡ് വലുതാക്കിയപ്പോൾ ഇതാ ഈ കാണുന്ന ഏരിയയും കൂടിയില്ലേ? അപ്പൊ ഓൾറെഡി നമുക്ക് അവിടെ അറിയാം, അവിടെ കൺസിഡറബിൾ ആയിട്ടൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ കൂടി ഇപ്പൊ ഏരിയ വീണ്ടും നന്നായിട്ട് കൂടി. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ അല്ലേ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി വേണ്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഡാർട്ട് ബോർഡ് എത്ര വലുതാക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ ഡാർട്ട് എറിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വന്ന് കൊള്ളാനുള്ള സാധ്യത ഇവിടെ അല്ലേ? കാരണം എന്താ, നമ്മൾ നമ്മുടെ ഡാർട്ട് ബോർഡ് വലുതാക്കിയപ്പോൾ ഈ ബുൾസൈയും വലുതായതിന്റെ കൂടെ തന്നെ ഈ കാണുന്ന റിങ്ങും വലുതായി. ഓക്കെ, നേരത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബുൾസൈക്ക് ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ വളരെ ചെറിയ സർഫസ് ഏരിയ ആയിരുന്നു, അതുകൊണ്ട് അവിടെ കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴത്തെ കേസിൽ ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടായിട്ട് അവിടെ കൊള്ളാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബുൾസൈ വലുതായതിന്റെ കൂട്ടി തന്നെ ഇവനും വലുതായി, ഈ കാണുന്ന റിംഗ് ഏരിയയും വലുതായി. ആ റിംഗ് ഏരിയയിൽ കൺസിഡറബിളി നല്ലൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ടായിരുന്നു, കാരണം നമ്മളിതാ നമ്മുടെ ബെൽ കർവിൽ കൂടെ തന്നെ കണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ അവന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഏരിയക്കാട്ടിൽ ഇപ്പോൾ ഏരിയ ഭീകരമായി. അപ്പൊ എന്തായാലും ഇവന്റെ പ്രോബബിലിറ്റി ആയിരിക്കും സ്റ്റിൽ വലുത്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഈ ഡാർട്ട് ബോർഡ് വലുതാക്കുന്നോ ഈ ഏരിയ വലുതായിക്കൊണ്ടേയിരിക്കും. ഏരിയ വലുതാവുന്നതനുസരിച്ച് അവന്റെ പ്രോബബിലിറ്റി വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. സോ അത് മീൻ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഇവിടെ തന്നെയാണ് പ്രോബബിലിറ്റി എപ്പോഴും കൂടുതലെങ്കിൽ നമ്മുടെ ഡാർട്ട് ബോർഡ് എത്ര വലുതാക്കിയെന്ന് വന്നിട്ടും കാര്യമില്ല, നമുക്ക് എപ്പോഴും റിസൾട്ട് കിട്ടും. നമ്മൾ ഈ ലോകത്തിൽ കിട്ടാൻ ഏറ്റവും വലിയ ഡാർട്ട് ബോർഡ് കൊണ്ടുവന്നെറിഞ്ഞാലും ഈ സെന്ററിൽ കൊള്ളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അത് പറയുക. പക്ഷെ അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ലല്ലോ. വലിയ ഡാർട്ട് ബോർഡ് കൊണ്ടുവന്ന് നമ്മൾ എറിഞ്ഞാൽ ഇവിടെ തന്നെ കൊള്ളാനുള്ള സാധ്യതയല്ലേ വളരെ കൂടുതൽ. സോ ഇതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഒരു വളരെ വലിയ കീ കോൺസെപ്റ്റ്. നമ്മൾ വലിയ സാധനത്തിലോട്ടാണ് കയറാൻ പോകുന്നത്. നിങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ യൂണിവേഴ്സലിൽ ഏത് വലിയ ഡാർട്ട് ബോർഡ് എടുത്തുകൊണ്ട് വന്ന് എറിഞ്ഞാലും അതിതാ ഇവിടെ അല്ല കൊള്ളുന്നത്, അത് സെന്ററിലും കൊള്ളും. സെന്ററിൽ കൊള്ളാൻ കാണാൻ സെന്ററിലാണ് അവിടെ പ്രോബബിലിറ്റി കൂടുതൽ. അതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോവുക. ഓക്കെ, അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം.
അതിന് നമുക്ക് വേറൊരു ഡാർട്ട് ബോർഡാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഡാർട്ട് ബോർഡ് എടുത്തേക്കുക. നമ്മൾ പറഞ്ഞ എന്താ, ഇതിന്റെ സൈസ് കൂട്ടാൻ പോകുന്ന സൈസേ കൂട്ടാൻ പോകുന്നുള്ളൂ, ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പോകുന്നില്ല. നേരത്തെ നമ്മുടെ അടുത്തുനിന്ന് എത്ര ദൂരം ഉണ്ടായിരുന്നോ ഡാർട്ട് ബോർഡിന്, സ്റ്റിൽ അവിടെ തന്നെയാണ് ഡാർട്ട് ബോർഡ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ സൈസ് കൂട്ടാൻ പോവാം. ഓക്കെ, സൈസ് നന്നായിട്ട് കൂട്ടുന്നു. ഒരിക്കലും ഇത് കണ്ട് തെറ്റിദ്ധരിക്കില്ല, നമ്മൾ ഡാർട്ട് ബോർഡിനെ നമ്മൾ ഒരുപാട് അടുത്ത് കൊണ്ടുവച്ചു. ഒരുപാട് അടുത്ത് കൊണ്ടുവച്ചല്ല, ഡാർട്ട് ബോർഡ് സ്റ്റിൽ അതേ സെയിം ഡിസ്റ്റൻസിൽ തന്നെ ഒരുപാട് വലിപ്പം കൂട്ടി. ഓക്കെ, ഇനി ഈ ഡാർട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഡാർട്ട് ബോർഡ്. ഈ പുതിയ ഡാർട്ട് ബോർഡ് വളരെ വലുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി നമ്മൾ നേരത്തെ എടുത്ത നമ്മുടെ ഡാർട്ട് ബോർഡ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഡാർട്ട് ബോർഡ്, ഇതാണ്ട് ഇത്. ഓക്കെ, ഇതിന്റെ ഈ ഫുള്ള് വലിപ്പം ഇല്ലേ, ഫുള്ള് ഡാർട്ട് ബോർഡിന്റെ വലിപ്പം, ആ വലിപ്പം തന്നെ ഉണ്ട് ഈ കാണുന്ന ബുൾസൈക്ക്. മനസ്സിലായി? അതായത് ഈ ബുൾസൈക്ക് മാത്രം, ഈ കാണുന്ന റെഡ് പാർട്ട് മാത്രം നമ്മൾ ആ നേരത്തെ എടുത്ത ഡാർട്ട് ബോർഡിന്റെ അത്രയും സൈസ് ഉണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കി, ഈ ഡാർട്ട് ബോർഡ് ഇതുമാത്രം വലുതായിരിക്കുന്നു. സോ അത്രയും വലിയ ഡാർട്ട് ബോർഡാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പം. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, നമ്മൾ ഈ സെന്ററിൽ നോക്കി എയിം ചെയ്ത് എറിയുന്നു അല്ലേ? അതല്ലേ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെന്ററിൽ നോക്കി എയിം ചെയ്ത് എറിയുന്നു. നേരത്തെ കേസിലായിരുന്നെങ്കിൽ സെന്ററിൽ വന്ന് കൊള്ളാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എന്താ കാരണം, അവിടെ വലിയൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ കുറവ് സർഫസ് ഏരിയ ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ സർഫസ് ഏരിയയും കൂടെ കൂടി, അതായത് നല്ലൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്, അതിന്റെ കൂടെ വലിയൊരു സർഫസ് ഏരിയയും കൂടെ. അങ്ങനെ വന്നപ്പോ എന്ത് പറ്റി, അവിടെ കൊള്ളാനുള്ള സാധ്യത കൂടിയില്ലേ? കാരണം പ്രോബബിലിറ്റി നിയർലി ഈക്വൽ ടു പ്രോബബിലിറ്റി ഡെൻസിറ്റിന്റെ സർഫസ് ഏരിയ അല്ലേ. നേരത്തെ ഇഷ്യൂ സർഫസ് ഏരിയ ആയിരുന്നെങ്കിൽ, കുറവ് സർഫസ് ഏരിയ ആയിരുന്നു, ഇപ്പൊ നമ്മളതങ്ങ് നികത്തി വലിയ സർഫസ് ഏരിയ ആക്കി. അപ്പൊ എന്ത് പറ്റി, ഈ സെന്ററിലെ പ്രോബബിലിറ്റി കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡാർട്ട് എറിഞ്ഞാൽ ഇവിടെ വന്ന് കൊള്ളണമല്ലോ. പക്ഷെ നിങ്ങൾ മറന്നു പോവല്ലാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ സൈസ് മൊത്തം കൂട്ടിയപ്പം ഇതാ ഇവന്റെ സൈസിന്റെ കൂടെ ഇവന്റെ സൈസ് കൂടെ കയറി കൂടിയിട്ടുണ്ട് ഈ റിങ്ങിന്റെ. ഓക്കെ, നോർമലി ഉണ്ടായിരുന്ന ഡാർട്ട് ബോർഡിന്റെ കേസിൽ, അതായത് നമ്മുടെ ഈ നോർമലി കാണുന്ന ഡാർട്ട് ബോർഡിന്റെ കേസിൽ ഈ കാണുന്ന സെന്ററിൽ കൊള്ളാനുള്ള പ്രോബബിലിറ്റിയെക്കാട്ടിലും കൂടുതലായിരുന്നു ഇവിടെ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റിയുടെ സാധ്യത. അതെന്താ കാരണം, സെന്ററിലാണ് വലിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്കിലും അവിടെ വളരെ കുറവ് സർഫസ് ഏരിയ ഉണ്ട്. സെന്ററിലാണ് ഏറ്റവും വലിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്കിലും അവിടെ വളരെ കുറച്ച് ചെറിയ സർഫസ് ഏരിയ, അവിടുത്തെ പ്രോബബിലിറ്റി കുറവായിരുന്നു. പക്ഷേ സൈഡിലോട്ട് വന്നാൽ എന്ത് സംഭവിക്കും, ഇവിടെ സെന്ററിൽ അത്ര ഇല്ലെങ്കിലും വളരെ തരക്കേടില്ലാത്ത വലിയൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി തന്നെ ഉണ്ട്, അതിന്റെ കൂടെ വലിയൊരു സർഫസ് ഏരിയയും കൂടെ. അപ്പൊ എന്ത് പറ്റി, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രോബബിലിറ്റി കൂടുതലാ. മനസ്സിലായല്ലോ? അപ്പം നമ്മളിവിടെ ബോർഡിന്റെ സൈസ് കൂട്ടിയപ്പോൾ, ഓക്കെ, ഈ കാണുന്ന ഈ ഏരിയ, ഈ രണ്ട് റിങ്ങിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ബുൾസൈക്ക്, ഈ റിങ്ങിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, അതിന്റെയും സർഫസ് ഏരിയ കൂടി. മനസ്സിലായി? അതിന്റെ സർഫസ് ഏരിയ കൂടി എന്നതിന്റെ അർത്ഥം എന്താ, അതിന്റെയും പ്രോബബിലിറ്റി കൂടി. അത് സമ്മതിക്കുന്നേ, അതിന്റെയും പ്രോബബിലിറ്റി കൂടി. അപ്പം ഇനി നോക്ക്, ഇനി ആർക്കായിരിക്കും ഹയസ്റ്റ് പ്രോബബിലിറ്റി, ഈ കാണുന്ന റെഡ് പാർട്ടിനാണോ അത് ഈ കാണുന്ന ചുറ്റുമുള്ള ഈ റിങ്ങിന്റെ അകത്തുള്ള ഈ പാർട്ടിനാണോ? ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഈ കാണുന്ന ചുറ്റുമുള്ള ഈ റിംഗ് പാർട്ടിനല്ലേ. അതിന്റെ കാര്യം എന്താ, കാരണം ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു സെൻട്രലാണ് റിലേറ്റീവ്ലി ഹയർ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, അതിന്റെ കൂടെ ഇപ്പൊ വലിയ സർഫസ് ഏരിയ കൂടെ വന്നു. പക്ഷെ ഈ സൈഡിൽ ഈ പാർട്ടിലുള്ളതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി അങ്ങ് അത്രയും കുറവല്ല. കണ്ടേ, അവൻ അത്യാവശ്യം തരക്കേടില്ലാത്ത വലിപ്പം തന്നെ ഉണ്ട്. കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ, ഇവിടെ തൊട്ടൊരു ഇവിടം വരെ അത്യാവശ്യം തരക്കേടില്ലാത്ത തന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പതാ ബോർഡിന്റെ വലിപ്പം കൂടെ കൂട്ടിയോണ്ട് സർഫസ് ഏരിയ ഹ്യൂമങ്കസ് ആയി. മനസ്സിലായോ? എന്തുമാത്രം സർഫസ് ഏരിയ ഉണ്ടെന്നൊന്ന് ആലോചിക്കണം. ഈ കാണുന്ന ബുൾസൈക്ക് മാത്രം നമ്മുടെ നേരത്തെ ഡാർട്ട് ബോർഡിന്റെ വലിപ്പം ഉണ്ട്. ഈ സർഫസ് ഏരിയക്കകത്ത് വേണമെങ്കിൽ നമുക്ക് കിടന്ന് കളിക്കാം. മനസ്സിലായി? അത്രയും വലിയൊരു സർഫസ് ഏരിയയിൽ വലിയൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടെ വന്നപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി കൂടി. അതായത് സെന്ററിലുള്ള നമ്മുടെ ബുൾസൈയുടെ പ്രോബബിലിറ്റിയെക്കാട്ടിലും ഇപ്പോഴും ഇതിന്റെ തന്നെ പ്രോബബിലിറ്റി കൂടി. അതായത് നമ്മൾ ബോർഡ് ഇനി എത്ര വലുതാക്കിയെന്ന് വെച്ചാലും ഈ സെന്ററിലെ ബുൾസൈയുടെ പ്രോബബിലിറ്റിയെക്കാട്ടിലും ഇവിടുത്തെ പ്രോബബിലിറ്റി കൂടും. അങ്ങനെ ആണെങ്കിൽ ഞാൻ എത്ര ഡാർട്ട് എറിഞ്ഞാലും അത് കൂടുതൽ സെന്ററിൽ കൊള്ളുന്നതിന് പകരം ഇവിടെ വന്ന് കൊള്ളും. പക്ഷെ അതങ്ങനെ നടക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റിയൽ ലൈഫിൽ ഇത്രയും വലിയ ഡാർട്ട് ബോർഡ് കൊണ്ടുപോയിട്ട് നിങ്ങളോട് എറിയാൻ വന്ന് നിങ്ങൾ തോനെയും ഈ ഭാഗത്തായിരിക്കും എറിഞ്ഞു പിടിപ്പിക്കുക. അത് ഈ ബുൾസൈ തന്നെയാണോ? സ്റ്റിൽ ഞാൻ പറയുന്നു, ഈ ഡാർട്ട് ബോർഡ് അത്രയും വലുതാണ്. അത്രയും വലുതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സെന്ററിന് തന്നെ ഉണ്ട് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ വലിപ്പം. ഓക്കെ, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ഈ വിഷ്വലി കാണുന്ന അത്രയും ഉള്ളെന്ന് ചിന്തിക്കില്ലേ. ഓക്കെ, ഇത്രയും വലിയ ഡാർട്ട് ബോർഡ് കൊണ്ടുവച്ചിട്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾസൈ കൊള്ളാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഏരിയയിലെ വന്ന് കൊള്ളത്തുള്ളൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബുൾസൈലല്ലേ വന്ന് കൊള്ളുന്നത്.
ഓക്കെ, അപ്പൊ എന്ത് പറ്റി? നമ്മൾ വന്ന് ഇക്വേഷൻ തെറ്റിയോ? അതോ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യം തെറ്റിയോ? അതോ മാത്സും റിയൽ ലൈഫും കൂടെ ഒരുമിച്ച് ഒത്തു പോകുന്നില്ലേ? എന്താ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ച വേറൊന്നുമില്ല. അവിടെ സംഭവിച്ച ഒരേ ഒരു മിസ്റ്റേക്കേ ഉള്ളു. ബെൽ കർവ് കൂടെ വളരുമെന്ന് ചിന്തിച്ചു പോയി. ഓക്കെ, ഡാർട്ട് ബോർഡിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ബെൽ കർവും അതിനനുസരിച്ച് കയറി എക്സ്പാൻഡ് ആവും എന്നൊരു തോന്നലുണ്ടായിപ്പോയി. അതിൽ നിന്നുണ്ടായ ഒരേ ഒരു തെറ്റാ. ഓക്കെ, അത് ഞാൻ ആദ്യം നമ്മുടെ നോർമൽ ഡാർട്ട് ബോർഡിന്റെ വലിപ്പം തൊട്ട് വലിയ ഡാർട്ട് ബോർഡിന്റെ വലിപ്പം വരെ അത് കാണിച്ചു തരാം. നമ്മുടെ നോർമൽ ഡാർട്ട് ബോർഡ് ഈ കാണുന്ന, നമ്മളിവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഇത് വേറൊരു ബെൽ കർവും വെച്ചിട്ടല്ലേ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി കമ്പയർ ചെയ്തേ. ഇത്തവണ ഞാൻ മാജിക് ചെയ്യുമ്പോൾ ആ ബെൽ കർവിനെ നേരെ ഇതിന്റെ മേളിൽ തന്നെ എടുത്ത് വെക്കുമ്പോൾ താണ്ടേ, കണ്ടില്ലേ? ഡാർട്ട് ബോർഡിന്റെ മേളിൽ തന്നെ നമ്മൾ ബെൽ കർവിനെ എടുത്ത് വെച്ച് സെയിം കേസ് അവിടെ പറഞ്ഞ അതേ തന്നെ എന്താ സെന്ററിൽ ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, സെന്ററിൽ ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഏരിയ, അങ്ങോട്ട് പോകുന്നതനുസരിച്ച് പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അങ്ങ് എൻഡിൽ ചെല്ലുമ്പോൾ വളരെ കുറവായിരിക്കും. കാരണം ഞാൻ ഹൈറ്റാ ഉദ്ദേശിക്കുന്നത് ഇത് വെച്ചിട്ട്. ഓക്കെ, ഈ ഹൈറ്റാ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അങ്ങ് എൻഡിലോട്ട് ചെല്ലുമ്പോൾ കണ്ടോ വളരെ ചെറിയ ഹൈറ്റേ ഉള്ളു. കണ്ടോ, തിൻ ഹൈറ്റ്. ഇങ്ങോട്ട് പോകുന്ന ഹൈറ്റ് കൂടുന്നുണ്ട്. അത് നിങ്ങൾ ടോപ്പിൽ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഇങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞത് ഇവിടം വരെ തരക്കേടില്ലാതെ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഉണ്ട്, പക്ഷെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ പറഞ്ഞ എന്താ, ഇവിടെ ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണെങ്കിലും ഇവിടെ സർഫസ് ഏരിയ കുറവാണ്, സോ പ്രോബബിലിറ്റി കുറവാണ്. ഇവിടെ കുഴപ്പമില്ലാത്ത പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതായത് ഇതാ നോക്ക്, അങ്ങ് സെൻട്രലിൻ്റെ അത്രയും പീക്ക് വരില്ലെങ്കിലും അത്യാവശ്യം നല്ല പൊക്കം തന്നെ ഉണ്ട് ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ബെൽ കർവിന്. നമുക്ക് ഇവിടെ വരെ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. മാത്രമല്ല ഈ പറയുന്നത് ഈ ഏരിയ തൊട്ട് ഈ ഏരിയ വരെ റിലേറ്റീവ്ലി നല്ല ഒരു ഏരിയ ഉണ്ട്. സോറി, മണ്ടത്തരം വരെ. അതായത് ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ എടുത്താൽ നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റി? അവിടുത്തെ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്തത് എന്താ? യൂഷ്വലി നമ്മൾ ഈ ബോർഡിന്റെ സൈസ് കൂട്ടും, അല്ലേ? ബോർഡിന്റെ സൈസ് കൂടുമ്പം ഈ മേളിലിരിക്കുന്ന ബെൽ കർവിന് എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും അതിന്റെ സൈസും കൂടത്തില്ല. ഇവിടാണ് ട്രാപ്പ്. ഇതാണ് ആ മണ്ടത്തരം പലർക്കും പറ്റുന്നത്. ഓക്കെ, ഇവിടെ തെറ്റുന്നോണ്ടാണ് നമ്മളില്ല നേരത്തെ വന്ന് ലൂപ്പിൽ പെടുന്നത്. എത്ര ഡാർട്ട് ബോർഡ് വലുതായാലും ഈ കാണുന്ന സർഫസ് ഏരിയക്കകത്തായിരിക്കും കൂടുതൽ പ്രോബബിലിറ്റിന്ന്. ഓക്കെ, അതായത് നമ്മുടെ അടുത്തുനിന്ന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിലൊരു ഡാർട്ട് ബോർഡ് ഉണ്ടെങ്കിൽ ആ ഡാർട്ട് ബോർഡ് എത്ര വലുതാണേലും എത്ര ചെറുതാണേലും അതിന്റെ ബെൽ കർവ് സെയിം ആയിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ. മനസ്സിലായോ? ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ബെൽ കർവിന്റെ ഷേപ്പ് മാറും. അതായത് നമ്മുടെ അടുത്തുനിന്ന് 5 മീറ്റർ ദൂരെ ഇരിക്കുന്ന ഡാർട്ട് ബോർഡിന്റെ അകത്തുള്ള ബെൽ കർവ് ആയിരിക്കില്ല 10 മീറ്റർ ദൂരെ ഇരിക്കുന്നത്, അത് മാറും. പക്ഷെ നമ്മളിന്ന് 5 മീറ്റർ മാറി നിൽക്കുന്ന ചെറിയ ഡാർട്ട് ബോർഡിലും വലിയ ഡാർട്ട് ബോർഡിന്റെ ബെൽ കർവ് സെയിം ആയിരിക്കും. ഞാൻ തുടക്കേ പറഞ്ഞായിരുന്നു നമ്മൾ നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ സൈസേ കൂട്ടിയിട്ടുള്ളു, ഡിസ്റ്റൻസ് മാറ്റിയിട്ടില്ലെന്ന്. സോ ശ്രദ്ധിച്ചു നോക്ക്, ഞാൻ എൻ്റെ ഡാർട്ട് ബോർഡിന്റെ സൈസ് കൂട്ടിയാൽ ആക്ച്വലി ബെൽ കർവിന്റെ ഷേപ്പ് മാറത്തില്ല. കണ്ടില്ലേ? ഇതാണ് ആ കീ കോൺസെപ്റ്റ്. നിങ്ങൾ ഒരിക്കലും മറന്നു പോകൂടാത്തത്. ഇത് മറന്നു പോയാൽ പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന്. മറ്റേല്ലാം നമ്മൾ പറഞ്ഞ മണ്ടത്തരം നമുക്ക് പറ്റും. ഓക്കെ, നമ്മുടെ ഡാർട്ട് ബോർഡിനെ എത്ര സൈസ് കൂട്ടിയാൽ നമ്മുടെ ബെൽ കർവ് അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, ആൻഡ് ഓൾറെഡി നമ്മൾ ഇതിനുള്ള ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതിനുള്ളതാണ്ട് നോക്ക്. നേരത്തെ നോർമലായിട്ട് നമ്മുടെ ഡാർട്ട് ബോർഡ് നിന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നമുക്ക് സെന്ററിൽ ഒരു ഹൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ റിംഗ് ഉണ്ടല്ലോ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഇത്രയും പാർട്ട്, ഈ റിങ്ങിന്റെ ഈ ബുൾസൈഡ് ഇടയുള്ള ഇത്രയും പാർട്ട് അവിടെ നല്ല ഹൈറ്റ് ഉണ്ട്, തരക്കേടില്ലാത്ത നല്ല ഹൈറ്റ് ഉണ്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റിക്ക്. അതുപോലെ നല്ല ഏരിയ ഉണ്ടായത് അവിടെ ഹൈ പ്രോബബിലിറ്റി ആയിരുന്നു. ഇനിയിപ്പോ ഈ ഡാർട്ട് ബോർഡിന്റെ സൈസ് കൂട്ടുമ്പോൾ നിങ്ങൾ ആ ഏരിയക്ക് എന്താ സംഭവിക്കുന്നത്? നല്ല ഏരിയയിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണം. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ സൈഡ് വ്യൂ നിന്ന് നോക്ക്. ഇപ്പൊ എന്തേലും ഹൈറ്റ് ഉണ്ടോ? ഇവിടെ പരന്ന് കിടക്കുന്നുണ്ടോ? നേരത്തെ ഹൈറ്റ് ഉണ്ടായിരുന്ന ഏരിയ ഇത്. ഇപ്പൊ എന്തേലും ഹൈറ്റ് ഉണ്ടോ ഇവിടെ? ഞാൻ പറയുന്ന ഈ സ്ഥലമാണ്, കണ്ടോ? ഇതാണല്ലോ നമ്മുടെ ഏരിയ. ഈ കാണുന്ന ഈ പാർട്ടാണല്ലോ നമ്മുടെ ഏരിയ. അത് സൂമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തേലും ഹൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ? ഇല്ലല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോബബിലിറ്റി നിയർലി ഈക്വൽ ടു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. ഇവിടെ ഏരിയ കൂടി, പക്ഷെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇല്ല. സോ ഇവിടെ പ്രോബബിലിറ്റി ഇല്ല. പക്ഷെ സെൻട്രലിൽ എന്താ സംഭവിച്ചത്?
ബുൾസ് നമ്മുടെ ബെൽ കർവിന്റെ ഷേപ്പ് അതുപോലെ തന്നെ നിന്നുകൊണ്ട് ഇവിടെ സെൻട്രലി ബുൾസൈയുടെ സർഫസ് ഏരിയയും കൂടി അതുപോലെ തന്നെ കണ്ട് നോക്ക്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇപ്പൊ ആ ബുൾസൈ തന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് കണ്ട് നോക്ക്. ഇവിടെ അല്ലേ, ഇവിടെ ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഉണ്ട്. സെൻട്രലിൽ മാക്സിമം, അതായത് ഈ ബുൾസൈക്കകത്ത് തന്നെയാണ് ഇപ്പം മോസ്റ്റ് ഓഫ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ പീക്ക് നിൽക്കുന്നത്. കണ്ടില്ലേ? പിന്നെ അങ്ങോട്ട് പോയാലും അത് ഈ ഗ്രീൻ റിങ് വരും. അത് കഴിഞ്ഞാൽ വെളിയിലോട്ട് ഹൈറ്റ് വളരെ ചെറുതായത് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ സർഫസ് ഏരിയയിൽ, ഈ കാണുന്ന ഈ സർഫസ് ഏരിയയിൽ. അപ്പോൾ എന്ത് പറ്റും? അവിടെ പ്രോബബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അവിടെ വന്ന് കൊള്ളാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ കേസിൽ വലുതായി കഴിഞ്ഞാൽ പ്രോബബിലിറ്റി മോസ്റ്റ് എവിടെ ആയിരിക്കും? ഈ ബുൾസൈ തന്നെ ആയിരിക്കും. സോ നമ്മുടെ ഫിസിക്കൽ ഇൻഡ്യൂഷനും മാത്തമാറ്റിക്കൽ ഇക്വേഷനും കറക്റ്റായി. മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അതായത് സെയിം ഡിസ്റ്റൻസിലാണെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് ബെൽ കർവിന്റെ ഷേപ്പ് ഒരിക്കലും മാറത്തില്ല. ഓക്കെ, അത് മറക്കല്ല. അത് മറന്നാലാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആക്ച്വലി പോകുന്നത്. ഓക്കെ, അതിപ്പോ വേണ്ട, എത്ര കുറച്ചാലും എത്ര കൂട്ടിയാലും ബെൽ കർവ് റിമൈൻസ് ദ സെയിം. ഏത് നമ്മുടെ അടുത്തുനിന്ന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കത്തിയേ. അപ്പൊ നമ്മളിവിടെ അത് പറഞ്ഞു തീർത്തപ്പോൾ നമ്മൾ വേറൊരു സാധനം പറഞ്ഞു വെച്ചത്, അതായത് ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് നമ്മുടെ ബെൽ കർവിന്റെ ഷേപ്പ് മാറുന്നുണ്ടെന്ന്. അതെങ്ങനെ?